ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റീസെൻ്റായിട്ട് ഭരണഘടനാ ഭാഗത്തു നിന്ന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? ഏതിലാണ് സൈബർ നിയമങ്ങൾ വരുന്നത്? അവശിഷ്ടാധികാരങ്ങൾ. ഓക്കെ, 3 ലിസ്റ്റിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റിൻ്റെ ഈ അധികാരമാണ് എന്ത്? അവശിഷ്ടാധികാരം എന്ന് പറയുന്നത്. എന്താണ്? 3 ലിസ്റ്റിലും പറഞ്ഞിട്ടില്ലാത്ത സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഈ 3 ലിസ്റ്റിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റിൻ്റെ ഈ അധികാരത്തെയാണ് അവശിഷ്ടാധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏത് ആർട്ടിക്കിളാണ് വരുന്നത്? ആർട്ടിക്കിൾ 248. സൈബർ നിയമങ്ങൾ വരുന്നത് അവശിഷ്ടാധികാരത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? ആരാണ് ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് നോക്കാം. ഓക്കെ, ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 52. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 52. രാഷ്ട്രപതിയുടെ കാര്യനിർവഹണ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 53. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 55. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 54. തിരഞ്ഞെടുപ്പ് നടപടിക്രമം ആർട്ടിക്കിൾ 55. ഭരണകാലാവധിയെ പറ്റി പറയുന്നത്, രാഷ്ട്രപതിയുടെ ഭരണകാലാവധിയെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 56. രാഷ്ട്രപതിയുടെ യോഗ്യതയെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 58. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 60. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 61. രാഷ്ട്രപതിയുടെ കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകാനുള്ള അധികാരത്തെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 72. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകാനുള്ള അധികാരം ആർട്ടിക്കിൾ 72. രാഷ്ട്രപതിയുടെ വീറ്റോ പവർ ഏതാണ്? ആർട്ടിക്കിൾ 111. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ പറ്റി പറയുന്നത് 123. ഓർഡിനൻസ് ഏതാണ്? 123. അതുപോലെ സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ പറ്റി പറയുന്നതാണ് 143. അടുത്ത ചോദ്യം നോക്കാം. പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? പൗരത്വ നിയമം പാർട്ട് 2 പൗരത്വം വരുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഓക്കെ, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വം വരുന്നത്. ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടൻ. ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. 1955 പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. ഏതൊക്കെയാണത്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം. ജന്മസിദ്ധമായത്, പിന്തുടർച്ച വഴിയുള്ളത്, രജിസ്ട്രേഷൻ വഴി, ചിരകാല അധിവാസം മുഖേന, പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം. ഓക്കെ, അതുപോലെ ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം? 3 രീതിയിൽ. ഏതൊക്കെയാണത്? പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ, അതായത് പരിത്യാഗം, പൗരത്വം നിർത്തലാക്കൽ, ടെർമിനേഷൻ, പൗരത്വ അപഹരണം. ഓക്കെ, ഏതൊക്കെ? പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കുക, പരിത്യാഗം, പൗരത്വം നിർത്തലാക്കൽ, പൗരത്വ അപഹരണം. പൗരത്വ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നതെന്നാണ്? 2020 ജനുവരി 10. മൗലികാവകാശങ്ങൾ ഏത് ഭാഗത്താണ്? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്? ഭാഗം 3. അതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ ഏത് ഭാഗത്താണ്? ഭാഗം 4A. നിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 52ാം ഭേദഗതി. 1985 52ാം ഭരണഘടനാ ഭേദഗതി. 52ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത് 10ാമത്തെ പട്ടികയാണ്. 10ാം പട്ടിക 2x5
2 ഇൻറ്റു 5 52 2 5 ഇൻറ്റു ചെയ്താൽ 10 കിട്ടുമല്ലോ. അപ്പോൾ 10ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തു. അതിനെ കണക്ട് ചെയ്യാമല്ലോ. അതുപോലെ 102ാമത്തെ ആർട്ടിക്കിളിലാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. 102ാം ആർട്ടിക്കിളിലാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. കൂറുമാറ്റ നിരോധന വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ നിയമസഭാംഗമാരാണ്? ബാലകൃഷ്ണപിള്ള. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ആർ ബാലകൃഷ്ണപിള്ളയെ അയോഗ്യനാക്കിയ സ്പീക്കർ ആരാണ്? വർക്കല രാധാകൃഷ്ണൻ. വർക്കല രാധാകൃഷ്ണനാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ആർ ബാലകൃഷ്ണപിള്ളയെ അയോഗ്യനാക്കിയ സ്പീക്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? വിദ്യാഭ്യാസം. കൃഷി വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. ജയിൽ വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. ബാങ്കിങ് യൂണിയൻ ലിസ്റ്റാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഏതൊക്കെയാണത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അയിത്ത നിർമ്മാർജ്ജനം. അയിത്ത നിർമ്മാർജ്ജനം ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 17 ആണല്ലേ. 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. അതിൽ പെടുന്നതാണെന്ത്? അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിളാണിത്. ആർട്ടിക്കിൾ 17 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ വരുന്നത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്ന പ്രധാന ആർട്ടിക്കിൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിൽ ആർട്ടിക്കിൾ 37 ആണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 39A തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ 39A. അതുപോലെ ആർട്ടിക്കിൾ 39D എന്താണ്? തുല്യ ജോലിക്ക് തുല്യവേതനം. ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 43 തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ച്. 43B എന്താണ്? സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നത്. ആർട്ടിക്കിൾ 47 പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തൽ എന്നിവ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ആർട്ടിക്കിൾ 47 വരുന്നതാണ് മദ്യനിരോധനം. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനം. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണം, വനം വന്യജീവി സംരക്ഷണം. ആർട്ടിക്കിൾ 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവയുടെ സംരക്ഷണം. ആർട്ടിക്കിൾ 50 നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്നത്. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുക.